എന്റെ മക്കൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മുടെ മക്കൾ നന്നാവലല്ലേ അല്ലേ? നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞത് കേൾക്കണം. എത്രയോ മക്കളുണ്ട് വാപ്പയും ഉമ്മയും പറഞ്ഞത് കേൾക്കാതെ ലഹരിക്കടിമകളായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം നിൽക്കുന്ന എത്രയെത്ര എത്രയെത്ര മക്കളുണ്ട്. അതിന്റെ കണ്ണീരനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന, കണ്ണീരൊലിച്ച് ദുആ ചെയ്യുന്ന, ദുആ ചെയ്യാൻ പറയുന്ന, ആത്മാർത്ഥമായ റബ്ബിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുന്ന എത്ര പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും ഉണ്ടെന്നറിയോ? ഉസ്താദ്, ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തിയതാണ് എന്റെ മകനെ. എന്റെ മകൻ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല. അടച്ചവനെ, കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുപാട് നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഒരു മകനുണ്ട്, എനിക്കൊറ്റ മോനാണുള്ളത്, അവനാണ് എന്നെ നോക്കാനുള്ളത്, അവൻ മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഇന്നവൻ ഏതോ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും എനിക്ക് വിഷമമില്ല. ഒരു സ്വാലിഹത്തായ പെൺകുട്ടിയാണെങ്കിൽ അവളെ സ്വീകരിക്കാം ഞാൻ. പക്ഷേ അവൾ പറയുന്നത് നിന്റെ ഉമ്മയൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഒന്ന് ദ്വാരിക്കണം പഠിച്ചോനെ, ആ പ്രിയപ്പെട്ട മോൾക്ക് ബോധം കൊടുക്കല്ല, പൊന്നുമോനക്ക് ബോധം കൊടുക്കല്ല. ആ ഉമ്മാൻ അനുസരിക്കുന്ന മകനാക്കി പഠിച്ചവനെ, ആ പൊന്നുമോനെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. എത്ര ടെൻഷനാ ഉമ്മ അനുഭവിക്കുന്നുണ്ട്. ഒരൊറ്റ മോനാണ്, ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഉമ്മ മാത്രമാണ് ആ പൊന്നുമോനെ നോക്കി ഇത്രയും വളർത്തിയെടുത്തത്. പക്ഷെ ഈ പെണ്ണ് പറയാണത്ര നമ്മുടെ ജീവിതത്തിൽ ഉമ്മയൊന്നും വേണ്ട, അവൻ അതിനനുസരിച്ച് നിൽക്കുന്നു. ഉസ്താദ്, ചെറിയ മോനാണ്, ഒരു 22-23 വയസ്സേ ഉള്ളൂ. മനസ്സിലാക്കണം. അതിനനുസരിച്ച് അങ്ങനെ നിൽക്കുക, ഓനനുസരിച്ച് ജോലി ചെയ്യുക, ഓനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചവനെ, അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ഹറാമായ ബന്ധങ്ങളിൽ നിന്ന് വരെ പഠിച്ചവനെ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. എത്രയോ മാതാപിതാക്കൾ പറയാറില്ലേ, ഉസ്താദേ, വീട്ടില് സമാധാനത്തോടു കൂടെ ഉറങ്ങാൻ കഴിയണില്ല, കാരണം എന്തേ, മകൻ ലഹരി ഉപയോഗിച്ച് വീട്ടിലേക്ക് വരികയാണ്. പറയുന്നില്ലേ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഇങ്ങനെ പറയുന്ന ഇത്ര രക്ഷിതാക്കൾ ഉണ്ടെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മഹാന്മാര് നമ്മെ പഠിപ്പിച്ചൊരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ സുബ്ഹി നമസ്കാരത്തിന് ഖുനൂത്തില്, നമ്മള് ഖുനൂത്തിന്റെ അവസാന ഭാഗങ്ങളില് പഠിച്ചവനെ, ആ ഖുനൂത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കണം. വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആയത്തുണ്ട്. എല്ലാവർക്കും ഈ ആയത്തിന് സുപരിചിതമാണ്. എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ ഉസ്താദന്മാര് ചേർത്ത് കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ ആയത്തിനെ ഓതണം. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത് നമുക്ക് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ പരിശുദ്ധമായ പ്രാർത്ഥനയായി ഈ ആയത്ത് ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന എന്നറിയോ? ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരെയും സന്തതികളെയും ഞങ്ങളുടെ കണ്ണിന് കുളിർമയാക്കി തരണമേ അല്ലാ. ഞങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് നല്ല മാതൃകയാക്കണേ അല്ലാ. റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാക്കി തരണേ അല്ലാ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യണം. ഇത് ഖുനൂത്തിന്റെ ഇടയിൽ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പ്രാർത്ഥന ഇങ്ങനെ ദുആരിക്കണം, ഇതിങ്ങനെ ദുആരിക്കണം. ഇത് ദുആ ചെയ്താൽ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകുന്നതാണ്. നമ്മൾ പറഞ്ഞതിന്റെ മറ്റൊരു വശത്തേക്ക് നമ്മുടെ മക്കൾ പിന്നെ നിൽക്കുന്നതല്ല. എല്ലാരും വിഷമതാണ്, കുട്ടികൾ നന്നാവണില്ല ഉസ്താദേ, പറഞ്ഞത് കേൾക്കണില്ല ഉസ്താദേ. ഒരു എത്ര നല്ല കുട്ടിയായിരുന്നു എന്നറിയോ? നിസ്കരിക്കുന്ന മകനായിരുന്നു, നിസ്കാരം വരെ ഒഴിവാക്കി പോയിട്ടുണ്ട്. പ്രശ്വനെ ഓന് കോളേജിൽ കൊണ്ടാക്കിയതാണ്, എറണാകുളത്ത് കൊണ്ടാക്കിയതാണ്, ബാംഗ്ലൂര് പഠിക്കാൻ വിട്ടതാണ്. പിന്നെ നാസായിട്ടാണ് ഉസ്താദേ വന്നിട്ടുള്ളത്. വിഷമം പറയലില്ലേ? എത്ര രക്ഷിതാക്കളുണ്ടെന്നറിയോ? ഇനി ആ വിഷമം വേണ്ട കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ മുമ്പില് സ്വാലിഹീങ്ങളായി തീരാൻ ഈ അമല് ഏറ്റവും പറ്റുന്ന അമലാണ്. അത്
അതുകൊണ്ട് ജീവിതത്തിൽ ഇത് പകർത്തിക്കോളൂ. കാണാതെ പഠിച്ചുകൊണ്ട് ഇത് ജീവിതത്തിൽ പകർത്തിക്കോളൂ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് മക്കള് സ്വാലിഹാകല് മാത്രല്ല, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, ഇവരൊക്കെ നന്നാവാൻ ഇത് ഏറ്റവും പറ്റുന്ന അമലാണ്. മനസ്സിലാക്കണം. കുടുംബ ജീവിതം തന്നെ നന്നായിക്കണം. ഭാര്യ, മക്കളും ഭർത്താവ് നന്നായി തന്നെ കുടുംബ ജീവിതം നന്നായില്ലേ, നമ്മൾ നന്നായില്ലേ? മനസ്സിലായോ? നമ്മൾ തന്നെ നന്നാവാൻ ഇത് ഏറ്റവും വലിയ അമൽ പറ്റുന്ന അമലാണ്. കുടുംബത്തിലുള്ളവർക്ക് നന്നാവാതെ പറ്റുന്ന ഒരു അമലാണ്.